ഹായ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ചൊരു ഉപ്പ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, കുറച്ചൊരു ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പം 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കുറച്ചൊരു ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ചില്ലി ഫ്ലേക്സും കുറച്ചൊരു മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ പീസും ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം. എന്നിട്ട് ആദ്യം ബട്ടറിൻ്റെ മിക്സ് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വൈറ്റ് സോസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം, കുറച്ചൊരു ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാനിൽ കുറച്ചൊരു ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കട്ടോ. കുറച്ചും കൂടി ഒറിഗാനോ മേലെ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നവരെ വെച്ച് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണേ.